മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 249 എപ്പിസോഡിൽ കാലിഫോസ്ഫോറിക്കം എന്ന അധ്യായത്തിൻ്റെ 5-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് അപ്പിറ്റൈറ്റ്, സ്റ്റൊമക്ക്, ബ്ലാഡർ അങ്ങനെ തുടങ്ങിയ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി സുപ്രധാന ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. വളരെ സവിശേഷമായ ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ലക്ഷണങ്ങളുടെ ഒരു സമൃദ്ധി തന്നെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ടൈഫോയിഡ് പോലുള്ള അവസ്ഥകളിൽ കാലിഫോസിന് ഉപയോഗം. നമുക്ക് അവയുടെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. ദ അപ്പിറ്റൈറ്റ് ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് സംടൈംസ് റൈവ്നസ് ബട്ട് ഗോസ് ഓൺ ദ സൈറ്റ് ഓഫ് ഫുഡ്. വിശപ്പ് വർദ്ധിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അത് അമിതമായ വിശപ്പുണ്ട്, എത്ര തിന്നാലും ഒടുങ്ങാത്ത വിശപ്പുണ്ട്. പക്ഷേ ആഹാരം കാണുമ്പോൾ ഈ വിശപ്പ് അങ്ങ് മാറും. അങ്ങനത്തെ ഒരവസ്ഥ. പലപ്പോഴും കുട്ടികളെയൊക്കെ പലപ്പോഴും അകാരണമായി ശിക്ഷിക്കാനുള്ളൊരു കാരണമാണത്. കുട്ടികൾ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് കരയും, ഒച്ചയുണ്ടാക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം അമ്മയോ മറ്റു ആരെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടു കൊടുക്കും. അത് കാണുമ്പോഴേക്കും വേണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളയും. അപ്പോൾ അതിൻ്റെ പേരിൽ അവരെ ശിക്ഷിക്കും. വാസ്തവത്തിൽ ഇത്തരം രോഗാവസ്ഥകളാണ് അതിൻ്റെ പിന്നിൽ പലപ്പോഴും ഉണ്ടാകുക. ചിലപ്പോൾ ദുർവാശി, അതും രോഗാവസ്ഥ തന്നെയായിട്ട് എടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ അതൊരു രോഗാവസ്ഥയാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു അവബോധം പോലും നമ്മുടെ സമൂഹത്തിൽ ഇല്ല. നമ്മൾ ആ തരത്തിലുള്ളൊരു ആരോഗ്യാവബോധനമല്ല ഉള്ളത്. അപ്പം അത് നടത്തേണ്ട ഉത്തരവാദിത്വം ഇത്തരം അറിവുകളുടെ വെളിച്ചത്തിൽ ഹോമിയോപ്പതിക് കമ്മ്യൂണിറ്റിക്കാണുള്ളത്. അപ്പം അത് നമ്മൾ ചെയ്യണം. കുട്ടികളിലും മുതിർന്നവരിലൊക്കെ ഇത്തരം അവസ്ഥകൾ ഉണ്ടാകാം. കുട്ടികളിലാകുമ്പോൾ അത് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. ഇതേപോലുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ സുഖപ്പെടുത്താൻ സാധിക്കും. ഹങ്ങർ സൂൺ ആഫ്റ്റർ ഈറ്റിംഗ് ഫ്രം നെർവസ് വീക്ക്നെസ്. ഇനി ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ വളരെ വേഗം വീണ്ടും വിശപ്പ് വരുന്നു. അതൊരു നാഡീ സംബന്ധമായൊരു ക്ഷീണാവസ്ഥയും അതിനോടൊപ്പം ചേർന്ന് വരും. ഹങ്ങർ ഡ്യൂറിങ് മെൻസസ്. ആർത്തവത്തിൻ്റെ സമയത്ത് വിശപ്പ് വർദ്ധിക്കുന്ന അവസ്ഥ. അവേർഷൻ ടു ഫുഡ്, ടു ബ്രെഡ്, ടു മീറ്റ്. സാധാരണ ഭക്ഷണത്തോട്, അപ്പത്തോട്, ബ്രെഡ് എന്ന് വെച്ചാൽ വെസ്റ്റേൺ കൺട്രീസിലെ അവരുടെ സ്റ്റേപ്പിൾ ഫുഡ്, മീറ്റ്, അവർ സാധാരണ ഭക്ഷണത്തോട്, നമ്മൾ ചോറിനോടും കറികളോടും ഒക്കെ ഇഷ്ടക്കേട്, താല്പര്യക്കുറവുണ്ടായി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ അവേർഷൻ ടു ഫുഡ്, ടു ബ്രെഡ്, ടു മീറ്റ്. സെൻസേഷൻ ഓഫ് കോൾഡ്നെസ് ഇൻ ദ സ്റ്റൊമക്ക്. വയറിൽ ഒരു തണുപ്പിൻ്റെ അനുഭവം, വയറിങ്ങനെ തണുത്തിരിക്കുന്ന പോലെ. ഡിസേഴ്സ് കോൾഡ് ഡ്രിങ്ക്സ്, സോർ ഡ്രിങ്ക്സ്, സ്വീറ്റ്സ്. അങ്ങനെയാണെങ്കിൽ പോലും തണുത്ത പാനീയങ്ങൾ കുടിക്കാനുള്ള താല്പര്യം, ചവർപ്പുള്ളവ കുടിക്കാനുള്ള താല്പര്യം, മധുരത്തോടുള്ള താല്പര്യം ഒക്കെ ഉണ്ട്. ദ സ്റ്റൊമക്ക് ഈസ് കോമൺലി ഡിസോർഡേഡ്. ചുരുക്കി പറഞ്ഞതെല്ലാം കൂടി ചേരുമ്പോൾ, ഇത്തരം പരസ്പര വിരുദ്ധമായ ലക്ഷണങ്ങളൊക്കെ കൂടി ചേരുമ്പോൾ അതിൻ്റെ അർത്ഥം വയറാകെ അലങ്കോലമായി എന്നുള്ളതാണ്. ഫുൾനെസ് ആൻഡ് ഡിസ്റ്റൻഷൻ. വയറാകെ നിറഞ്ഞിട്ട് വീർത്ത് കെട്ടിയിരിക്കുന്നു. ഫുൾനെസ് എന്നുള്ളത് ഇറ്റാലിക്സിലാണ്. വീർത്ത് കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥ, നിറഞ്ഞിരിക്കുന്ന അവസ്ഥ. എംപ്റ്റിനെസ് വിത്ത് നോസിയ ഡ്യൂറിങ് മെൻസസ് ആഫ്റ്റർ ഈറ്റിംഗ്. ആർത്തവത്തിൻ്റെ സമയത്ത് ആഹാരം കഴിഞ്ഞ ശേഷം വയറാകെ കാലിയായിരിക്കുന്ന പോലത്തെ അനുഭവം, ഒപ്പം ഓക്കാനം വരവും. ഇറക്ടേഷൻസ് ആഫ്റ്റർ ഈറ്റിംഗ്. ഇൻഎഫക്ച്വൽ ഓഫ് ബൈൽ, ബിറ്റർ, എംറ്റി ഓഫ് ഫുഡ്, സോർ, വാട്ടർ ബ്ലാഷ്. പൊളിച്ചത് കെട്ടലുണ്ട്, ഭക്ഷണം കഴിച്ച ശേഷമുണ്ട്. ചിലപ്പോൾ ആ തികട്ടിൽ വന്നിട്ട് അത് നടക്കുന്നില്ല, തികട്ടാതെ വരുന്നൊരവസ്ഥ, പുറത്ത് പോകാത്തൊരവസ്ഥ. അത് പിത്തരസം വരാം, കയ്പുള്ള രസങ്ങൾ വരാം, വളരെ ഒന്നുമില്ലാതെയാകാം, ആഹാരം തികട്ടിപ്പോകാം, ചവർപ്പുള്ള സാധനങ്ങൾ തികട്ടിപ്പോകാം, വെറുതെ വെള്ളം പോകാം. ഹാർട്ട് ബ്രൗൺ, നെഞ്ചരിച്ചൽ. വെയിറ്റ് ഇൻ സ്റ്റൊമക്ക് ആഫ്റ്റർ ഈറ്റിംഗ്. ആഹാരം കഴിച്ച ശേഷം വയറിൽ വല്ലാത്ത ഭാരം. ലോത്തിങ് ഓഫ് ഫുഡ്. ആഹാരത്തോട് ഒരു ഇഷ്ടക്കേട്, അനിഷ്ടം. നോസിയ ഓൺ കോഫിംഗ് ആഫ്റ്റർ ഈറ്റിംഗ്, ഡ്യൂറിങ് ഹെഡ് ഏക്ക്, ഡ്യൂറിങ് മെൻസസ്, ഡ്യൂറിങ് പ്രഗ്നൻസി, അമീലർ ബൈ ഇറക്ടേഷൻസ്. അപ്പോൾ ചുമക്കുന്ന സമയത്ത് ഓക്കാനം വരുന്നു, ആഹാരം കഴിച്ച ശേഷം ഓക്കാനം വരുന്നു, തലവേദനയുള്ള സമയത്ത് ഓക്കാനം, ആർത്തവ സമയത്ത്, ഗർഭവതിയായിരിക്കുന്ന സമയത്ത് ഈ ഓക്കാനമാണെങ്കിൽ ഏമ്പക്കം വിടാൻ നേരത്ത് അതിന് ശമനം ഉണ്ടാവും. ഏമ്പക്കം വിടുമ്പോൾ ഓക്കാനം മാറുന്നൊരു മൊഡാലിറ്റി. റച്ചിങ്. വല്ലാതെ ഛർദ്ദിക്കാൻ വരുന്നു, എന്നാൽ ഛർദ്ദിച്ച് പോകുന്നില്ല. റച്ചിങ്. പെയിൻ സ്റ്റൊമക്ക് ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് ഡ്യൂറിങ് മെൻസസ്. ആഹാരം കഴിച്ച ശേഷവും ആർത്തവ സമയത്തും വയറുവേദന. ബേണിംഗ്, ക്രാമ്പിംഗ്, കട്ടിംഗ്, സോർനെസ്. പൊള്ളുന്ന വേദനയുണ്ട്, വലിച്ചു കോച്ചുന്ന വേദനയുണ്ട്, വെട്ടിമുറിക്കുന്ന പോലെ, ആകെ ഒരു നൊമ്പരം പോലെ. സ്റ്റിച്ചിങ്, കുത്തുന്ന പോലുള്ള വേദന.
നോവിങ് പെയിൻ അറ്റ് 5 AM ഓൺ വേക്കിംഗ്. പ്രഭാതത്തിൽ ഒരു 5 മണിക്ക് ഉണർന്നു കേൾക്കുമ്പോൾ ഒരു ഡൾ പെയിൻ, അതിങ്ങനെ പേഴ്സിസ്റ്റന്റ് നിലനിൽക്കുന്നൊരു വേദന, നോയിങ് പെയിൻ ഉണർന്നിരുന്നേക്ക സമയത്ത് പുലർച്ചെ 5 മണിക്ക്. പ്രസ്സിങ് ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിഞ്ഞ ശേഷം ആകെ ഒരു ഞെരുങ്ങുന്നൊരവസ്ഥ. സെൻസേഷൻ ഓഫ് എ സ്റ്റോൺ ഇൻ ദ സ്റ്റൊമക്ക്, വയറ്റിലൊരു കല്ലിരിക്കുന്ന പോലെ അവസ്ഥ. ഇതൊക്കെ ആളുകൾ പറയും. ആളുകളെ കൃത്യമായിട്ട് ആളുകൾ അവരുടെ ഫ്രീ ആയിട്ട് പറയാൻ പറഞ്ഞാൽ, അവരുടെ പ്രയാസങ്ങളും അനുഭവങ്ങളും അവരുടെ സ്വതന്ത്രമായിട്ട് പറയാൻ പറഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള ഈ എക്സ്പ്രഷൻ പറയും. കല്ലിരിക്കുന്ന പോലെ, ചെണ്ട പോലെ എന്നൊക്കെ പറയും. എക്സ്ട്രീം തേഴ്സ്റ്റ് ഫോർ കോൾഡ് വാട്ടർ, തണുത്ത വെള്ളത്തോടുള്ള വല്ലാത്ത ദാഹം. എക്സ്ട്രീം തേഴ്സ്റ്റ്, വല്ലാത്ത ദാഹം, കുടിച്ചില്ലെന്ന് നിവൃത്തിയില്ല. പല ഔഷധങ്ങളും ഇതുണ്ട്, കാലിഫോസും അത് കാണിക്കുന്നുണ്ട്. തേഴ്സ്റ്റ് ഡ്യൂറിങ് ഹീറ്റ്, ചൂടുള്ള സമയത്ത് ദാഹം, ഒരു നോർമൽ സിംറ്റം. തേഴ്സ്റ്റ്ലെസ്നെസ് സംടൈംസ്, ചില നേരത്ത് ദാഹമില്ല. വോമിറ്റിംഗ് ഇൻ ദ മോർണിംഗ് ഓൺ കോഫിംഗ് ആഫ്റ്റർ ഈറ്റിംഗ്, ഡ്യൂറിങ് ഹെഡ് ഏക്സ്, ഡ്യൂറിങ് മെൻസസ്, ഡ്യൂറിങ് പ്രഗ്നൻസി. അപ്പോൾ ഓക്കാനം വരുന്ന പോലെ തന്നെ ഛർദിലുമുണ്ട്, പ്രഭാതത്തിലുണ്ട്, ചുമക്കുമ്പോൾ, ആഹാരം കഴിക്കുമ്പോൾ, തലവേദനയുള്ള സമയത്ത്, ആർത്തവ സമയത്ത്, ഗർഭകാലത്ത്. അപ്പോൾ ഓക്കാനവും ഛർദിയും രണ്ട് ഒരേ സമയ അന്തരാളങ്ങളിലാണ് ഉള്ളത്. വോമിറ്റിംഗ് ബൈൽ, ബ്ലഡ്, ഫുഡ്, മ്യൂക്കസ്, സോർ. അപ്പോൾ പിത്തരസം ഛർദ്ദിച്ചു പോകുന്നു, രക്തം ഛർദ്ദിക്കുന്നു, കഴിച്ച ആഹാരം ഛർദ്ദിക്കുന്നു, കഫം ഛർദ്ദിക്കുന്നു, ചവറപ്പുള്ള സാധനം ഛർദ്ദിക്കുന്നു. ഫുഡ് എന്നുള്ളത് ഇറ്റാലിക്സിലാണ്. ദ അബ്ഡോമൻ ഫീൽസ് കോൾഡ് ആൻഡ് ഈസ് സെൻസിറ്റീവ് ടു അൺകവറിങ്. അടിവയറും നേരത്തെ വയറ് തണുത്തിരിക്കുന്നു പറഞ്ഞു, അടിവയറും തണുത്തിരിക്കുന്നു. അൺകവറിങ്, വസ്ത്രം മാറ്റിക്കഴിഞ്ഞാൽ അത് വല്ലാതെ സെൻസിറ്റീവാണ്. അപ്പോൾ വല്ലാതെ തണുപ്പുള്ള സ്ഥലങ്ങളിലായിരിക്കും അത് കൂടുതൽ. നമ്മളിവിടെ അത്രയ്ക്ക് ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ അത്രയ്ക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യണമെന്നില്ലെങ്കിൽ പോലും വസ്ത്രം മാറുമ്പോഴൊക്കെ സമയത്ത് അടിവയറിൻ്റെ ഭാഗത്ത് ഒരു അസ്വസ്ഥത, ഒരു പ്രയാസം, കാറ്റടിക്കുന്ന പോലെ, തണുപ്പ് തട്ടുന്ന പോലെ ഒരു ഫീല് വരാം, അങ്ങനെ ഉണ്ടാകാം. ഡിസ്റ്റൻഷൻ ആഫ്റ്റർ ഈറ്റിംഗ് ഡ്യൂറിങ് മെൻസസ്, ആഹാരം കഴിഞ്ഞ ശേഷം ആർത്തവ സമയത്തൊക്കെ ഇങ്ങനെ വയറ് വീർത്ത് കെട്ടിയിരിക്കുന്നൊരവസ്ഥ. ടിംഫാൻറ്റിക് വിത്ത് ഗ്രേറ്റ് പെയിൻ ഇൻ ടൈഫോയിഡ് ഫീവർ. ടൈഫോയിഡ് ഫീവർ ഇറ്റാലിക്സിലാണ്. ജ്വരപ്പനിയുടെ സമയത്ത് വല്ലാത്ത വയറുവേദന ഉണ്ടാകും. ഡിസ്റ്റൻഡർ വിത്ത് ഡ്രോപ്സി, വയറിൽ നീർക്കെട്ടും വയറ് വീർത്ത് കെട്ടിയിരിക്കുന്നൊരവസ്ഥയും. സെൻസേഷൻ ഓഫ് എംഡിനെസ്, വയറ് കാലിയായിരിക്കുന്ന പോലെ. ഫെർമെൻറ്റേഷൻ വിത്ത് ഡിസ്ട്രസ് ഇൻ ഹാർട്ട്, വയറിലാകെ നുരഞ്ഞു വരല്. ഹൃദയത്തിൻ്റെ ഭാഗത്ത് വല്ലാത്ത പ്രയാസവും അതിനോടൊപ്പം ഉണ്ടാകാം. അത് വായു കെട്ടിയുണ്ടാകാം, ഹൃദയത്തിൻ്റെ പ്രശ്നമാകണമെന്നില്ല. ഫ്ലാറ്റ്ലൻസ്, ഒബ്സ്ട്രക്റ്റഡ്, നോയ്സി. അപ്പോൾ വായു കോപിച്ചൊരവസ്ഥയിലാണ്, അതായത് തടസ്സപ്പെട്ട, ഒബ്സ്ട്രക്റ്റഡ്, നോയ്സി. ശബ്ദമുണ്ടാകും, മേൽവായു കീഴ്വായു ശബ്ദത്തോട് പോകാം, തടസ്സപ്പെട്ട അവസ്ഥയും ഉണ്ടാകാം. സെൻസേഷൻ ഓഫ് ഫുൾനെസ് ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ച ശേഷം വല്ലാതെ നിറഞ്ഞിരിക്കുന്നൊരവസ്ഥ, അത് ഒരു കോമൺ സിംറ്റമായിട്ട് വരുന്നുള്ളത്. ഹീറ്റ് ഇൻ അബ്ഡോമൻ ആൻഡ് ഹെവിനെസ്, അടിവയറ്റിൽ ചൂടും ഭാരവും. ഇൻഫ്ലമേഷൻ ഓഫ് ഇൻറ്റസ്റ്റൈൻസ്, പെരിട്ടോണിയം ആൻഡ് ലിവർ, കുടലുകളിൽ ആന്തരാവയവങ്ങൾ, വയറിലെ ആന്തരാവയവങ്ങളുടെ ആവരണത്തിൽ, കരളിലൊക്കെ നീർവീക്കം ഉണ്ടാകാം. ടൈഫോയിഡ് അവസ്ഥകളൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ്. പെയിൻ ഇൻ അബ്ഡമൻ അഗ്രവേറ്റഡ് നൈറ്റ് അക്രോസ് ദ അബ്ഡമൻ ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ അർദ്ധരാത്രിയിൽ വർദ്ധിക്കുന്ന തരത്തിലുള്ള അടിവയറ്റിലെ വേദന, ഇടതുവശത്തു നിന്നും വലതുവശത്തേക്ക് പായുന്ന തരത്തിലുള്ള വേദന. ബെൻഡിങ് ഡബിൾ അമീലൈസ്, വളഞ്ഞിങ്ങനെ കാൽമുട്ടൊക്കെ നെഞ്ചോട് ചേർത്ത് വളഞ്ഞിരുന്നു കഴിഞ്ഞാൽ, വളഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ അതിന് ശമനം കിട്ടും. ഡ്യൂറിങ് കോഫ്, ഡ്യൂറിങ് ഡയറിയ, ആഫ്റ്റർ ഈറ്റിംഗ്, ബിഫോർ ആൻഡ് ഡ്യൂറിങ് മെൻസസ്, പെരോക്സിസ്മൽ, ബിഫോർ സ്റ്റൂൾ. അപ്പോൾ ഈ ഒരു അവസ്ഥ ചുമയുള്ള സമയത്തുണ്ടാകാം, വയറിളക്കത്തിൻ്റെ സമയത്തുണ്ടാകാം, ആഹാരം കഴിഞ്ഞ സമയത്തുണ്ടാകാം, ആർത്തവ സമയത്തും അതിന് മുൻപും ഉണ്ടാകാം. ബിഫോർ എന്നുള്ളത് ഇറ്റാലിക്സാണ്, ആർത്തവത്തിന് മുമ്പാണ് സാധ്യത കൂടുതൽ. ഇടവിട്ട് വരുന്ന തരത്തിലുണ്ടാകാം, മലശോധനയ്ക്ക് മുമ്പുണ്ടാകാം. ആഫ്റ്റർ ഈറ്റിംഗ് എന്നുള്ളതും ഇറ്റാലിക്സിൽ തന്നെയാണ്. ബിയറിംഗ് ഡൗൺ, അമീലറേറ്റഡ് സിറ്റിംഗ്, aggravated lying on left side, aggravated after drinking. Seems as though sides of abdomen would burst when sneezing. തുമ്മുന്ന സമയത്ത് അടിവയറിൻ്റെ വശങ്ങൾ പൊട്ടിപ്പോകുമെന്നുള്ളത് ഒരു തരത്തിൽ തോന്നൽ. ബേണിംഗ്, പൊള്ളല്. ക്രാമ്പിംഗ് ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിഞ്ഞ ശേഷം വലിച്ചു കോച്ചല്. കട്ടിംഗ്, വെട്ടിമുറിക്കുന്ന പോലുള്ള ഫീല്. ഗ്രിപ്പിംഗ് ഇൻ ഹൈപ്പോഗാസ്ട്രിയം വിത്ത് ഇൻഎഫക്ച്വൽ അർജിങ് സ്റ്റൂൾ, അടിവയറിൻ്റെ ആ ഒരു മധ്യഭാഗത്ത് ഇങ്ങനൊരു പിടുത്തം പോലെ, ഒപ്പം മലശോധനയ്ക്കുള്ള ഒരു തോന്നൽ, പക്ഷേ അത് മലശോധന നടക്കുന്നുമില്ല. സോർനെസ് ഇൻ അബ്ഡോമൻ ആൻഡ് ലിവർ, അടിവയറ്റിലും കരളിൻ്റെ ഭാഗത്തും ഒരു നൊമ്പരം.
സ്റ്റിച്ചിങ് ഇൻ അബ്ഡോമൻ ആൻഡ് ലിവർ, അടിവയറ്റിലും കരളിൻ്റെ ഭാഗത്തും കുത്തുന്ന പോലെ വേദന. സ്റ്റിച്ചിങ് കാച്ചിങ് ഇൻ സ്പ്ലീൻ, അഗ്രിവേറ്റ് ഫ്രം മോഷൻ, അപ്പോൾ സ്പ്ലീനിൻ്റെ ഭാഗത്ത് കുത്തുന്ന പോലെ വേദന, ഒരു പിടുത്തം, ചലനം കൊണ്ട് വർദ്ധിക്കും. റംബ്ലിങ് ആൻഡ് ടെൻഷൻ, ഒരു ഉരുണ്ട കയറ്റം എന്നൊക്കെ പറയില്ലേ, ഇരച്ചു കയറ്റം, ഇതൊക്കെ ഉരുണ്ട് കിടക്കുന്ന പോലെ വലിഞ്ഞു മുറുകൽ ഒക്കെ ഉണ്ട്. അപ്പോൾ വയറും അടിവയറോട് ബന്ധപ്പെട്ട് ലക്ഷങ്ങളൊരു ധാരാളത്തിൽ തന്നെ തണുപ്പ് കൊണ്ടും ചൂട് കൊണ്ടും ഒക്കെ വർദ്ധിക്കുന്ന തരത്തിൽ എല്ലാ തരത്തിലുള്ള മൊഡാലിറ്റീസും വരുന്നുണ്ട്. അതിനർത്ഥം വയറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി പ്രശ്നങ്ങൾ, ജനറൽ സിംറ്റംസ് യോജിക്കുമെങ്കിൽ കാലിഫോസ് സുഖപ്പെടുത്തുമെന്നാണ്. കോൺസ്റ്റിപ്പേഷൻ വിത്ത് വെരി ഡിഫിക്കൽട്ട് സ്റ്റൂൾ, ഹാർഡ് ലാർജ് നോട്ടി, മലബന്ധം, മലം പോകാൻ വല്ലാത്ത പ്രയാസം, വളരെ കടുപ്പമുള്ള മലം, ഉണങ്ങിയത്, വളരെ വലിയ സ്റ്റൂൾസ്, കട്ട പോലുള്ള സ്റ്റൂൾസ്. ഇനി നേരെ തിരിച്ച് ഡയറിയയുണ്ട്. ഡയറിയ മോർണിംഗ് 4 AM, ഈവനിങ്, നൈറ്റ്, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്. കൊളിക്കേറ്റീവ് ഫ്രം ഫ്രൈറ്റ് ഓർ എക്സൈറ്റ്മെന്റ് ഡ്യൂറിങ് മെൻസസ്, പെയിൻലെസ്, വിത്ത് വോമിറ്റിംഗ് ആൻഡ് ക്രാംസ്, വിത്ത് ഗ്രേറ്റ് എക്സോഷൻ ഇൻ ടൈഫോയിഡ്. വയറിളക്കവും എല്ലാ തരത്തിലും നിരവധി സാഹചര്യങ്ങൾ വരുന്നുണ്ട്. പ്രഭാതത്തിൽ ഒരു 6 മണിക്ക്, സന്ധ്യയ്ക്ക്, രാത്രി ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് ഇറ്റാലിക്സ് ആണ്. ആഹാരം കഴിക്കുമ്പോഴും ആഹാരം കഴിച്ച ശേഷവും വയറിളക്കം തോന്നൽ. കൊളിക്കേറ്റീവ്, വല്ലാതെ വയറിളകി, ആളിങ്ങനെ വയറിളക്കം വന്നിട്ട് ആൾ ശോഷിച്ചു പോകുക എന്ന് പറയില്ലേ, അങ്ങനെ ശോഷിച്ചു പോകുന്ന തരത്തിലുള്ള വയറിളക്കം, കൊളിക്കേറ്റീവ് ഡയറിയ. ഫ്രം ഫ്രൈറ്റ് ഓർ എക്സൈറ്റ്മെന്റ്, ഭയം കൊണ്ടും ഉത്തേജനം കൊണ്ടും പെട്ടെന്നുള്ളൊരു ഉത്തേജിതാവസ്ഥ ഉണ്ടാകുന്ന വയറിളക്കം. ആർത്തവ സമയത്ത് വേദനയില്ലാതെ ഛർദിയോടുകൂടി, വലിച്ചു കോച്ചലോടുകൂടി, വല്ലാത്ത ക്ഷീണം ഉണ്ടാകുന്ന തരത്തിൽ. ടൈഫോയിഡിൻ്റെ സമയത്ത് വല്ലാത്ത ക്ഷീണമെന്നതും ടൈഫോയിഡ് എന്നുള്ളതും ഇറ്റാലിക്സിലാണ്. ടൈഫോയിഡ് നല്ല രീതിയിൽ കാലിഫോസ് കവർ ചെയ്യുന്നുണ്ട്. ഡിസെൻട്രി, ഒഫൻസീവ് ഫ്ലാറ്റസ് വിച്ച് അമീറേറ്റ്സ് ദ സിംറ്റംസ്. അപ്പോൾ ദുർഗന്ധമുള്ള ആ ഒരു കീഴ്വായു പല ലക്ഷണങ്ങളെയും ശമിപ്പിക്കുന്നുണ്ട്. ഫോർമിക്കേഷൻ ഓഫ് ദ ഈനസ്, മലാശയത്തിൻ്റെ ഭാഗത്ത് ഉറുമ്പോ പുഴുക്കളോ ഒക്കെ നിറച്ചു നടക്കുന്ന പോലത്തെ ഒരു തോന്നൽ. ഹെമറേജ് ഫ്രം ഇൻറ്റസ്റ്റൈൻസ് ഇൻ ടൈഫോയിഡ് വരുമ്പോഴേക്കും ചെറുകുടലിൽ നിന്നും രക്തവാർച്ച. ഹെമറോയിഡ്സ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ, ഇച്ചിങ്, പെയിൻഫുൾ വിത്ത് ബേണിംഗ് ആൻഡ് സ്വെല്ലിംഗ്. അപ്പോൾ ഹെമറോയിഡ്സ് വരുന്നുണ്ട്, അകത്തും പുറത്തും ഹെമറോയിഡ്സ് വരുന്നുണ്ട്. അത് ചൊറിച്ചിൽ വരുന്നുണ്ട്, വേദനയും ഒപ്പം പൊള്ളലും, നീർവീക്കം കൊണ്ട് വലുതായിരിക്കുന്ന അവസ്ഥയും. ഇൻഫ്ലൈംഡ് പൈൽസ് വിത്ത് ഒഫൻസീവ് മോയ്സ്ചർ, പൈൽസിലും വീക്കമുണ്ട്, ദുർഗന്ധമുള്ള ഈർപ്പം അതിൽ നിന്ന് ഒലിച്ചു വരും. ഈ പൈൽസൊക്കെ വർദ്ധിച്ച അവസ്ഥ ഞാൻ പലരും എൻ്റെ കുടുംബത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഈ വെള്ളം ഒലിച്ചു വരും, വല്ലാത്ത നാറ്റമൊക്കെ വരും, വലിയ പ്രയാസമായിരിക്കും അവർ അനുഭവിക്കുന്നത്. ഇനാക്ടിവിറ്റി ഓഫ് ദ റെക്ടം, മലാശയത്തിൻ്റെ ഒരു പ്രവർത്തനരാഹിത്യം. ഈ പ്രവർത്തനരാഹിത്യം കൊണ്ട് മലബന്ധം ഉണ്ടാകാം, നിയന്ത്രണമില്ലാത്ത മലശോധന ഉണ്ടാകും. ഇവിടെ ഇൻവോളണ്ടറി സ്റ്റൂൾസ് ആണ് പറയുന്നത്. മലാശയത്തിൻ്റെ കൺട്രോൾ പോയിട്ട് അതിൻ്റെ നെർവ്സ് ഇനാക്റ്റീവായിട്ട് നിയന്ത്രണമില്ലാതെ മലം പോകും. പെയിൻ ഇൻ റെക്ടം ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ സ്റ്റൂൾ, മലം പോകുന്ന സമയത്തും അതിനുശേഷവും മലാശയത്തിൽ വേദന. ബേണിംഗ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ സ്റ്റൂൾ, ആ സമയത്ത് വേദനയുമുണ്ട്, പൊള്ളലുമുണ്ട്. സോർനെസ് ആൻഡ് പ്രസ്സിംഗ് പെയിൻസ്, നൊമ്പരവും ഞെങ്ങുന്ന പോലുള്ള വേദനയും. സ്റ്റിച്ചിങ് പെയിൻ, കുത്തുന്ന പോലെ വേദന. മലാശയമായിട്ട് ബന്ധപ്പെട്ടും ഒത്തിരി തരം വേദനയും പൊള്ളലും ഒക്കെ ഉണ്ട്. ടെനസ്മസ് ആഫ്റ്റർ സ്റ്റൂൾ, മലം പോയ ശേഷവും പോയി തീർന്നിട്ടില്ല എന്നുള്ളൊരു തോന്നൽ, അതിനുള്ളൊരു ചിന്ത അങ്ങനെ നിൽക്കും. പാരലിസിസ് ഓഫ് ദ റെക്ടം, മലാശയത്തിന് സമ്പൂർണ്ണമായിട്ടുള്ളൊരു തളർന്നൊരവസ്ഥ. ഇനാക്ടിവിറ്റിയും പാരലിസും രണ്ടുമുണ്ട്. റിലാക്സ്ഡ് എയ്നസ്, ഇൻഎഫക്ച്വൽ അർജിങ് ടു സ്റ്റൂൾ, മലം പോകണം തോന്നും പക്ഷെ പോകുന്നില്ല. ദ സ്റ്റൂൾ ഈസ് എസ്കോറേറ്റിംഗ്, ബ്ലഡി മ്യൂക്കസ് ഓർ പ്യുവർ ബ്ലഡ്, ബ്രൗൺ ക്ലേ കളേർഡ് വാട്ടറി സ്റ്റൂൾ, പ്യൂട്രിഡ് ഫ്ലാറ്റസ് ഫോളോഡ് ബൈ ടെനസ്മസ് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ മലം സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ തൊലി പോകാം, ദ്രവിച്ചു പോകാം, ദുർഗന്ധമുള്ള കീഴ്വായു പോകാം, അതിൻ്റെ പിന്നാലെ അതിൻ്റെ ദഹിക്കാത്ത ആഹാരവും പോകാം. അതും പ്രഭാതത്തിൽ നമ്മൾ പ്രാതൽ കഴിച്ച ശേഷം, ഭക്ഷണം കഴിച്ച ശേഷം ദഹിക്കാത്ത ഭക്ഷ്യസാധനങ്ങൾ മലത്തോടൊപ്പം പോകാം. സ്റ്റൂൾ കോപ്പിയസ്, മലം വല്ലാതെ പോകുന്നു, ഡാർക്കാണ്, ഫ്രീക്വൻ്റ് ആണ്, വളരെ വലുതാണ്. ഡാർക്കും അതേസമയം നിറം മങ്ങിയ തരത്തിലും രണ്ടും വരാം. ലിയൻഡറിക്,
ദഹിക്കാത്ത ആഹാരം പോകുന്നു. സ്റ്റൂൾസ് ഒഫൻസീവ്, ദുർഗന്ധമുള്ള. ഒഫൻസീവ് ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്, അത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. വല്ലാതെ ദുർഗന്ധം. പ്യുട്രിഡ്, പ്യുർലൻറ്റ്, വാട്ടറി ലൈക്ക് റൈസ് വാട്ടർ, കഞ്ഞിവെള്ളം പോലെ. അപ്പോൾ വല്ലാത്ത കോളറ പോലുള്ള അവസ്ഥകളും ഒക്കെ ഇവിടെ കവർ ചെയ്യുന്ന അർത്ഥം. ടൈഫോയിഡും ഒക്കെ കാലിഫോസ് കവർ ചെയ്ത് പോകുന്നുണ്ട്. യെല്ലോ ഓർ യെല്ലോയിഷ് ഗ്രീൻ മ്യൂക്കസ്, മഞ്ഞ കലർന്ന അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള അല്ല മഞ്ഞ കലർന്ന പച്ച നിറത്തിലുള്ള കഫത്തോടു കൂടി പോകാം. ഇനി മൂത്രമായിട്ട് ബന്ധപ്പെട്ടത് ക്രോണിക് കാറ്ററാക്ട് ഓഫ് ദ ബ്ലാഡർ ഇൻ ഓൾഡ് പീപ്പിൾ ആൻഡ് നെർവസ് റെക്സ്. അപ്പോൾ പ്രായം ചെന്നവരിൽ നാഡികളൊക്കെ ആകെ ക്ഷയിച്ച് വല്ലാതെ തളർന്ന ആളുകളിലൊക്കെ പഴകിയ ഒരു കഫ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പ്രസ്സിങ് ആൻഡ് സ്റ്റിച്ചിങ് ഇൻ ദ ബ്ലാഡർ, മൂത്രസഞ്ചിയിൽ ഞെങ്ങുന്ന പോലെ കുത്തുന്ന പോലുള്ള അനുഭവം. ദ അർജിങ് ടു യൂറിനേറ്റ് ഈസ് ഫ്രീക്വൻറ്റ് ഓർ ഇൻഎഫക്ച്വൽ ആൻഡ് വേഴ്സ് അറ്റ് നൈറ്റ്. അപ്പോൾ മൂത്രം ഒഴിക്കാനുള്ള മൂത്രശങ്ക ഇടക്കിടയ്ക്ക് ഉണ്ടാകും. ചിലപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ശങ്കയുണ്ടാകും, മൂത്രം പോകാത്തൊരവസ്ഥ. അത് രാത്രി വല്ലാതെ മോശമാകുന്നു. യൂറിൻ ഡ്രിബിൾസ്, തുള്ളിയായിട്ട് മൂത്രം പോകുന്ന അവസ്ഥ. അപ്പോൾ പ്രായം ചെന്നവരുടെ പല പ്രശ്നങ്ങളും ഇത് കവർ ചെയ്യുന്നുണ്ട്. ഡ്രിബിളിങ് ആഫ്റ്റർ യൂറിനേഷൻ, മൂത്രം പോയ ശേഷവും തുള്ളിയായി പോകുന്നു. ഫീബിൾ സ്ട്രീം, വളരെ ശക്തി കുറഞ്ഞ ഇങ്ങനെ ധാരയായിട്ട്, നേർത്ത ധാരയായിട്ട് പോകുന്നു. ഫ്രീക്വൻറ്റ് കോപ്പീസ് അറ്റ് നൈറ്റ്, ഇടക്കിടക്ക് പോകുന്നു, രാത്രി അത് വർദ്ധിക്കുന്നു. സ്ട്രീം സ്റ്റോപ്സ് ആൻഡ് സ്റ്റാർട്ട്സ്, മൂത്രമൊഴിച്ച് തുടങ്ങിയാൽ ഇടക്ക് നിന്ന് പോകുന്നു, വീണ്ടും തുറക്കുന്നു. അപ്പോൾ സ്റ്റോപ്സ് ആൻഡ് സ്റ്റാർട്ട്സ് നമ്മൾ ഇവിടെ ഇറ്റാലിക്സിലാണ്. മൂത്രമൊഴിച്ച് തുടങ്ങിയിട്ട് നിന്ന് പോകലും വീണ്ടും തുറക്കലും, ഇതൊക്കെ പ്രായം ചെന്നവരിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇൻവോൾണ്ടറി അറ്റ് നൈറ്റ്, അത് ഇറ്റാലിക്സിലാണ്. രാത്രി നിയന്ത്രണമില്ലാതെ മൂത്രം പോകുന്നു. ഇൻ ഓൾഡ് പീപ്പിൾ, പ്രായം ചെന്ന ആളുകളിൽ. ഇൻ ടൈഫോയിഡിൻ്റെ അവസ്ഥയിൽ, ജരപ്പനിയുടെ അവസ്ഥയിൽ. ദ നെർവസ് ഫ്രസ്ട്രേഷൻ, നാഡികളൊക്കെ ആകെ തളർന്ന് ആകെ ക്ഷീണിതമായി തളർന്നു പോകുന്നൊരവസ്ഥയിൽ. ഇൻ ഒബ്സ്റ്റിനേറ്റ് കേസ് ഓഫ് എന്യൂറസിസ് ഇൻ എക്സൈറ്റബിൾ സെൻസിറ്റീവ് ചിൽഡ്രൻ, ഈ കുട്ടികളിൽ പെട്ടെന്ന് ഉത്തേജിതാവസ്ഥയുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള കുട്ടികളിൽ ഈ അറിയാതെ മൂത്രം പോകുന്ന ഒരവസ്ഥ, അതിൻ്റെ വളരെ ഒബ്സ്റ്റിനേറ്റ് കണ്ടീഷൻ, ഒരു രക്ഷയുമില്ല എന്ന് പറയുന്നൊരവസ്ഥ. കുട്ടികളിലാണിത്. കുട്ടികളിലും പ്രായം ചെന്നവരാണല്ലോ ഈ ഒരു പ്രശ്നം കൂടുതൽ കാണുന്നത്. അൺസാറ്റിസ്ഫാക്ടറി യൂറിനേഷൻ, മൂത്രം ഒഴിച്ചു പോകുമ്പോൾ ഒരു സംതൃപ്തി. എല്ലാ ശോധനകൾക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. മലം പോയി കഴിയുമ്പോൾ, മൂത്രം പോയി കഴിയുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് ഇല്ലാത്തൊരവസ്ഥ. ഇൻഫ്ലമേഷൻ ആൻഡ് സ്റ്റിച്ചിങ് ഇൻ ദ കിഡ്നീസ്, വൃക്കകളുടെ ഭാഗത്ത് വീക്കവും കുത്തുന്ന വേദനയും. ബേണിംഗ് ഇൻ ദ യുറേത്ര ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ യൂറിനേഷൻ, മൂത്രാശയത്തിൻ്റെ ഭാഗത്ത് മൂത്രം ഒഴിക്കുന്ന സമയത്ത് അതിന് ശേഷവും പൊള്ളൽ. സ്റ്റിച്ചിങ് ഇൻ ദ യുറേത്ര, കുത്തുന്ന അനുഭവം. ദ യൂറിൻ ഈസ് ആൽബുമിനസ്, ബേണിംഗ്, ക്ലൗഡി, കോപ്പിയസ്, ഒഫൻസീവ്, സ്കാൻഡി, വാട്ടറി, യെല്ലോ ലൈക്ക് സഫ്രോൺ. മൂത്രമായിട്ട് ബന്ധപ്പെട്ടും നിരവധി പ്രശ്നങ്ങൾ. അത് കിഡ്നി, ഇന്നിപ്പോൾ വൃക്കരോഗം എന്നൊക്കെ പറയുന്ന അവസ്ഥ, അതിൻ്റെയൊക്കെ പ്രാരംഭ ദശയിൽ നമ്മൾ ഒത്തിരി ഔഷധങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ പലതും കണ്ടു കഴിഞ്ഞു. കാലിഫോസും അതിൽ വരും. അത് ആൽബുമിൻ കലർന്ന മൂത്രം, പൊള്ളുന്ന മൂത്രം പോകുമ്പോൾ പൊള്ളൽ, ക്ലൗഡി കളങ്ങിയത്, കോപ്പിയസ് അമിതമായിട്ടുള്ളത്, ഇറ്റാലിക്സിലാണ് കോപ്പിയസ്. ഒഫൻസീവ് മൂത്രത്തിന് ദുർഗന്ധം, സ്കാൻഡി മൂത്രം കുറവ്, വാട്ടറി വെറുതെ വെള്ളം പോലെ, യെല്ലോ ലൈക്ക് സഫ്രോൺ ഒരു കുങ്കുമ നിറത്തിൽ, മഞ്ഞയും കുങ്കുമവും കലർന്ന നിറത്തിൽ. സെഡിമെൻറ്റീസ് ഫ്ലോക്കുലൻസ്, മൂത്രം ഇങ്ങനെ അടിയിൽ ഊറിക്കഴിയുമ്പോൾ ഈ മുടി കെട്ടഴിഞ്ഞ് മുടി ഇങ്ങനെ പിന്നി ഇങ്ങനെ പരന്ന് കിടക്കുന്ന പോലത്തുള്ള തരത്തിലുള്ള സെഡിമെൻറ്റ്. മ്യൂക്കസ് റെഡ് ആൻഡ് സ്കാൻഡി, അതിൽ കഫം ഉണ്ടാകും, ചുമന്ന നിറത്തിലുണ്ടാകാം, മണ്ണ് അടിഞ്ഞ പോലെ. സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ്ഡ്, മൂത്രത്തിൻ്റെ സാന്ദ്രത വർദ്ധിക്കുന്നു. ഷുഗർ ഇൻ യൂറിൻ, മൂത്രത്തിൽ പഞ്ചസാരയുടെ അളവ് വരുന്നു. പ്രമേഹത്തെയും വൃക്കരോഗങ്ങളെയും മൂത്രസംബന്ധമായ നിരവധി പ്രശ്നങ്ങളെയും ഒക്കെ കാലിഫോസ് കവർ ചെയ്യുന്നുണ്ട്. എൻ്റെ ജനറാലിറ്റീസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ നിരവധി പ്രശ്നങ്ങളെ കാലിഫോസ് കവർ ചെയ്യും. ലക്ഷങ്ങളുടെ ധാരാളം തന്നെയുണ്ട്. അതിനർത്ഥം വളരെ വ്യാപകമായി ഇത്തരം ഔഷധങ്ങളെ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഇതേപോലുള്ള നിരവധി ലക്ഷണങ്ങൾ വീണ്ടും വരുന്നുണ്ട്. തുടർന്നുള്ള എപ്പിസോഡിൽ നമുക്ക് അവയെ പരിചയപ്പെടാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.